വെൽക്കം ടു ഫ്ലാഷ് ക്ലാസ്. BA സോഷ്യോളജി സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. കൾച്ചറൽ ലാഗ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കൾച്ചർ വളർത്തുക, കൃഷി ചെയ്യുക തുടങ്ങിയ അർത്ഥം വരുന്ന ലാറ്റിൻ പദം കൾച്ചൂറയിൽ നിന്ന് ഉത്ഭവം. നമുക്കറിയാം, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നൊക്കെ രീതിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൾച്ചർ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാക്കിൽ നിന്ന് തന്നെയാണ് ഈ സംസ്കാരം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചറിൻ്റെയും ഉത്ഭവം. വളരാൻ ഉതകുന്ന സാഹചര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതായത് കൃഷിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വളർത്താൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്നുള്ള രീതിയിലാണ്. നമ്മൾ മനുഷ്യരുടെ കൾച്ചർ, സംസ്കാരം എന്ന രീതിയിൽ പറയുമ്പോൾ അത് ഒരു സമൂഹം എന്ന രീതിയിൽ മനുഷ്യർക്കും സമൂഹത്തിനും വളരാൻ അനുയോജ്യമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൾച്ചറിന് നമുക്കൊരു സിസ്റ്റമായിട്ട് കണക്കാക്കാം. പാർപ്പിട ജീവിത രീതികൾ, രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയവയുടെ ഒരു സംവിധാനമാണ് കൾച്ചർ. അപ്പോൾ നമുക്കറിയാം, ഈ ജീവിത രീതികൾ എന്ന് പറയുന്ന ആളുകളുടെ വസ്ത്രധാരണം, ഭക്ഷണം തുടങ്ങിയതൊക്കെ ഓരോ കൾച്ചറിനകത്ത് വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമമൂപ്പൻ, ഗ്രാമത്തലവൻ, അല്ലെങ്കിൽ രാജാവ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ജനാധിപത്യം, അങ്ങനെയുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളാണ് പല കാലഘട്ടങ്ങളിൽ പല സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കുക. അതുകൂടാതെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ, പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങൾ, അതായത് അണുകുടുംബമായിട്ടാണോ കൂട്ടുകുടുംബമായിട്ടാണോ ജീവിക്കുന്നത്, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എങ്ങനെയാണ്, പിന്തുടർച്ചാവകാശം എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതുകൂടാതെ വിശ്വാസങ്ങൾ, മതപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഓരോ പ്രദേശത്ത് ഉണ്ടാകുന്ന ഓരോ വിശ്വാസങ്ങളും, അതുപോലെ തന്നെ അവരുടെ മൂല്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു കൾച്ചർ എന്നുള്ളൊരു സിസ്റ്റത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണുന്നു. ഇനി കൾച്ചർ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പണ്ടുള്ള കൾച്ചറല്ല ഇന്നുള്ളത് നമുക്കറിയാം. അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. പാരിസ്ഥിതിക, സാങ്കേതിക, സാമ്പത്തിക സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപാന്തരപ്പെടുന്നു. പാരിസ്ഥിതിക കാര്യങ്ങൾ നമുക്കറിയാം. പണ്ട് കാലത്ത് ഒരുപക്ഷെ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു സംസ്കാരമായിരിക്കാം ഉണ്ടായിരിക്കുക. അതിനകത്ത് പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതുകൂടാതെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഉദാഹരണത്തിന് ഈ വാഹനങ്ങൾ ഒരുപാട് വന്നപ്പോൾ നമുക്ക് ദൂരദേശങ്ങളിലുള്ള നമ്മുടെ ബന്ധു വീട്ടുകളിലേക്കൊക്കെ കൂടുതൽ സന്ദർശിക്കാൻ വേണ്ടി കഴിയും, സുഹൃത്തുക്കളെ കാണാൻ കൂടുതൽ പോകാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക സാഹചര്യങ്ങൾ, അതായത് ഈ ഉൽപാദന വ്യവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം കൃഷിയായിരുന്നു പ്രധാന സാമ്പത്തിക സ്രോതസ്, പിന്നെ വ്യവസായവൽക്കരണം വരുന്നു, അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ഈ പാരിസ്ഥിതിക, സാങ്കേതിക, സാമ്പത്തികമായിട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെല്ലാം പതിയെ ഈ കൾച്ചറിനകത്തും മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തതായിട്ട് കമ്പോണൻസ് ഓഫ് കൾച്ചർ ആണ് പറയുന്നത്. അതായത് കൾച്ചറിന്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് ഒരു കൾച്ചറിനകത്ത് വരുന്നത്. ആദ്യത്തേത് വരുന്നത് കോഗ്നിറ്റീവ് കമ്പോണന്റ് ആണ്. പ്രപഞ്ച ഉൽപ്പത്തിയെയും നിലനിൽപ്പിനെയും സംബന്ധിച്ച ധാരണകളാണ് അനുബന്ധ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും രൂപപ്പെടുത്തുന്നത്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ലോകവീക്ഷണം എന്താണ് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് കമ്പോണന്റിനകത്ത് വരുന്നത്. നമുക്കറിയാം, മതപരമായിട്ട് അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഒരുപാട് ആളുകൾക്ക് അത്തരം മതപരമായിട്ടുള്ള വീക്ഷണമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് ഈ ശാസ്ത്രത്തിന്റെ വളർച്ച വന്നതിനനുസരിച്ചിട്ട് പല ആളുകൾ ശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പമാണ് ഈ ഒരു ലോകത്തെ കുറിച്ചിട്ടും ഇതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ചിട്ടും ഉണ്ടായിരിക്കുക. അതാണ് ഈ എല്ലാ കൾച്ചറിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. കാരണം നമ്മുടെ മറ്റ് വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം തന്നെ ആ ഒരു ധാരണയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. പിന്നെ വരുന്നത് മെറ്റീരിയൽ കമ്പോണന്റ് ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭൗതിക വസ്തുക്കൾ ഒരു സമൂഹത്തിന്റെ സാങ്കേതിക വളർച്ച വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച സംസ്കാരത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെ കുറിച്ചിട്ട്. അതിനകത്ത് ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ, അതുപോലെ തന്നെ പണ്ടത്തെ കാലം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇരുമ്പിന്റെ കണ്ടുപിടുത്തം, അതുപോലെ തന്നെ മറ്റ് ലോഹങ്ങളുടെ കണ്ടുപിടുത്തം തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് അവർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്
ഒരു സമൂഹത്തിന്റെ സാങ്കേതിക വളർച്ച നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. അതാണ് മെറ്റീരിയൽ കമ്പോണന്റിൽ വരുന്നത്. പിന്നെ വരുന്നത് നോർമേറ്റീവ് കമ്പോണന്റ് ആണ്. ഇതിനകത്ത് ഒരു സമൂഹത്തിലുള്ള മൂല്യങ്ങൾ, നിയമങ്ങൾ, അതുപോലെ വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു സമൂഹത്തിന്റെ മനോഭാവത്തെയും പെരുമാറ്റ രീതികളെയും കുറിച്ച് നമുക്ക് ധാരണ നൽകുന്നു. നമുക്കറിയാം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണുള്ളത്. അതിപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിവാഹ പ്രായം സംബന്ധിച്ചിട്ട് ചില രാജ്യങ്ങളിൽ 18 വയസ്സാണ്, ചില രാജ്യങ്ങളിൽ 21 വയസ്സാണ്, ചില രാജ്യങ്ങളിൽ 16 വയസ്സാണ്. ഇങ്ങനെയുള്ള രീതിയിൽ മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ നമുക്കറിയാം യൂറോപ്പിലെയും അമേരിക്കയിലുമുള്ള ഒരു സദാചാര മൂല്യങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളതാണത്. അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങളിലും ഇതുപോലെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു സംസ്കാരത്തിന്റെ നോർമേറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒരു സമൂഹത്തിന്റെ മനോഭാവത്തെയും പെരുമാറ്റ രീതികളെയും കുറിച്ചിട്ടുള്ള ധാരണ ലഭിക്കുന്നു. അടുത്തത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ആണ്. കൾച്ചറിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് പറയുന്നു. ഒന്ന്, സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുക്കുന്ന പെരുമാറ്റ രീതികളാണ്. നമുക്കറിയാം നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. അത് സാമൂഹിക ഇടപെടലുകളിലൂടെ നമ്മുടെ വീട്ടിൽ, സ്കൂളിൽ, അതുപോലെ മറ്റ് പൊതു സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ്. അതല്ല നമുക്ക് ജനിതകമായിട്ട് ലഭിക്കുന്നതോ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതോ എന്നല്ല, നമ്മൾ ഇവിടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് കൾച്ചർ. സമൂഹത്തിലെ എല്ലാവരും പങ്കുവയ്ക്കുന്ന സാമൂഹിക ഉൽപ്പന്നമാണ്. ഇനി ഇതിലൊരു പൊതുവായിട്ടുള്ള സ്വഭാവമാണുള്ളത്. ഒരു വ്യക്തിക്ക് അയാളുടെ മാത്രമായിട്ടുള്ള കൾച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാളുടെ സ്വഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു കൾച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് അത് പല ആളുകൾ അത് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ആ സമൂഹത്തിന്റെ കൾച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പ്രത്യേകിച്ചും കുട്ടികൾ വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവരുടെ ഒരു സംസ്കാരം രൂപപ്പെട്ടു വരും. അതുപോലെ തന്നെ പിന്നീട് സ്കൂളിലും പിന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് കൾച്ചർ. പിന്നെ പുരോഗമനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന പോലെ ഒന്നല്ല ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. അത്തരത്തിൽ മറ്റ് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് കൾച്ചറിനകത്ത് ഇതുപോലെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു കാലഘട്ടത്തിൽ സ്ഥിരമാണ്, സാവധാനത്തിലും നിരന്തരവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ നമുക്കറിയാം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ഒരു കൾച്ചറിനകത്ത് മാറ്റം വരില്ല എന്നുള്ളത്. ഒരു കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സ്ഥിര സ്വഭാവമാണുള്ളത്, സ്ഥിരതയുള്ളതാണ് കൾച്ചർ. പക്ഷെ വളരെ സാവധാനത്തിലും എന്നാൽ നിരന്തരവുമായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൾച്ചറൽ ലാഗ് എന്ന കൺസെപ്റ്റാണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് W.F. ഓക്ബേൺ ആണ് ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. സംസ്കാരത്തിന്റെ വിവിധ വശങ്ങൾ ഒരേ വേഗത്തിലല്ല മാറ്റം വരുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സംസ്കാരത്തിന് വിവിധ ഘടകങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് കമ്പോണന്റ്, അതുപോലെ മെറ്റീരിയൽ കമ്പോണന്റ്, നോർമേറ്റീവ് കമ്പോണന്റ് എന്നുള്ള വിവിധ ഘടകങ്ങൾ സംസ്കാരത്തിനുണ്ട് എന്നുള്ളത്. അതിന് ഒരേ വേഗത്തിലല്ല മാറ്റം വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ടെക്നോളജിയിലൊക്കെ വളരെ വേഗത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ആളുകളുടെ മനോഭാവത്തിൽ, ആളുകളുടെ വിശ്വാസങ്ങളിൽ അത്ര പെട്ടെന്ന് മാറ്റം വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറിന്റെ വിവിധ ഘടകങ്ങൾ ഒരേ വേഗത്തിൽ മാറ്റം വരാത്തത് കാരണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ ലാഗിൽ കൾച്ചറിന്റെ ഘടകങ്ങൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് മെറ്റീരിയൽ കൾച്ചർ, പിന്നെ നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചറിനകത്ത് നമുക്കറിയാം, മെറ്റീരിയൽ എന്നാണ് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, സാങ്കേതിക വിദ്യ, മറ്റ് വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ കൾച്ചറിനകത്ത് വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് മാറ്റം വരുന്നതാണ്. നമുക്കറിയാം ടെക്നോളജിയിലൊക്കെ വളരെ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ, അതുപോലെ തന്നെ പണ്ടത്തെ കാലത്താണെങ്കിൽ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റം വരുന്നു. പിന്നെ വരുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവും അതുപോലെ നോർമേറ്റീവ് കമ്പോണൻസ് വരുന്നത്. അതായത് ഒരു സമൂഹത്തിലുള്ള നിയമങ്ങൾ, വിശ്വാസങ്ങൾ, ആളുകളുടെ മനോഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിനകത്ത് വരുന്നത്. ഈ മാറ്റം സാവധാനത്തിൽ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സാവധാനം മാത്രമാണ് സമൂഹം ഉൾക്കൊള്ളുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ വളരെയധികം വ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്.
പക്ഷെ സോഷ്യൽ മീഡിയയിൽ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ആളുകളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റ് പോസ്റ്റുകളോ മറ്റുള്ളവർ ഷെയർ ചെയ്യുക, ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള അത്തരം പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ചാർജിങ് പോയിന്റുകളോ മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം UPI പേയ്മെന്റുകൾ, QR കോഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തുടക്കകാലത്ത് അത് കടകളിലൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ടെക്നോളജിയിൽ അല്ലെങ്കിൽ സാങ്കേതികതയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് സമൂഹത്തിനകത്ത് അതുപോലെ തന്നെ ആളുകളുടെ മനോഭാവത്തിനകത്ത് മാറ്റമുണ്ടാവാൻ കാലതാമസം എടുക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാലതാമസം എടുക്കും. അതുപോലെ തന്നെ ആളുകൾ അത് അംഗീകരിക്കുന്നതിന് കാലതാമസം എടുക്കും എന്നുള്ള കാര്യമാണ് വരുന്നത്. ഈ കാലതാമസം സൃഷ്ടിക്കുന്ന പ്രയാസമാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് 4 സ്റ്റേജസ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഈ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളും അത് ഈ ഒരു സമൂഹം ഉൾക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള 4 സ്റ്റേജുകളാണ് പറയുന്നത്. ആദ്യത്തേത് ഇൻവെൻഷൻ ആണ്, പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടെത്തൽ. പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്കറിയാം, പുതിയ ഉപകരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളായിരിക്കാം. ഇത് സാധാരണഗതിക്ക് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ടിട്ട്, അറിവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഭവിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഒരാൾ കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ വേറൊരാൾ മുമ്പ് വൈദ്യുതി കണ്ടുപിടിച്ച കാരണം കൊണ്ടാണ് ആൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഒരു തുടർച്ച എന്നുള്ളൊരു പ്രോസസ്സായിട്ടാണ് ഈ ഇൻവെൻഷൻ വരുന്നത്. നിലവിലുള്ള ഈ ഒരു വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു കണ്ടെത്തൽ നടത്തുന്നു. അടുത്ത സ്റ്റേജിൽ വരുന്നത് അക്യുമുലേഷൻ ആണ്. അനുബന്ധമായ ഉൽപ്പന്നങ്ങളുടെയും കൂടുതൽ സാങ്കേതിക വിദ്യയുടെയും കണ്ടെത്തൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, വൈദ്യുതി കണ്ടെത്തി, അപ്പോൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങൾ അതിൻ്റെ കൂടെ കണ്ടെത്തി വരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇപ്പോൾ ക്യാമറ കണ്ടെത്തി, ക്യാമറ ആദ്യം ക്യാമറ എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കുന്നു, പിന്നെ ഫോണിൽ തന്നെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള വേറൊരു ഉപകരണമായിട്ട് വരുന്നു. അത്തരത്തിൽ ഈ ഉപകരണങ്ങൾ തന്നെ പരസ്പരം യോജിപ്പിച്ചിട്ടും ഇതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ കൂടുതൽ സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. അതാണ് അക്യുമുലേഷനിൽ വരുന്നത്. അടുത്ത സ്റ്റേജ് വരുന്നത് ഡിഫ്യൂഷൻ ആണ്. അവിടെയാണ് ഈ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും സംസ്കാരങ്ങളും തമ്മിൽ കൈമാറുന്നത്. അപ്പോൾ നമുക്കറിയാം, പല ടെക്നോളജികളും ഏതെങ്കിലും ഒരു രാജ്യത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ളത്. അത്തരത്തിൽ ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഉപകരണങ്ങളൊക്കെ ഈ പല സംസ്കാരങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡിഫ്യൂഷനകത്ത് സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്. നോൺ മെറ്റീരിയൽ കൾച്ചർ മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്നത്. നോൺ മെറ്റീരിയൽ കൾച്ചർ നമ്മൾ നേരത്തെ പറയേണ്ടത് ആളുകളുടെ മനോഭാവം, വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാലും ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയിട്ടുള്ളത്. അത്തരത്തിൽ ഈ മാറ്റങ്ങളോട് ഈ കൾച്ചർ പൊരുത്തപ്പെടുന്നതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്ഷനിൽ ലാസ്റ്റ് പറയുന്നത് കൾച്ചറും സിവിലൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ്. ഏറെക്കുറെ നമുക്കറിയാം, ചേർന്ന് നിൽക്കുന്ന സങ്കല്പങ്ങളാണ് കൾച്ചർ എന്ന് പറയുന്നതും സിവിലൈസേഷൻ എന്ന് പറയുന്നതും. പ്രധാനമായിട്ട് വരുന്നത് ചിന്ത, പെരുമാറ്റം, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളാണ് കൾച്ചറിനെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നോർമേറ്റീവ്, കോഗ്നേറ്റീവ് കമ്പോണൻസ് ആണ്. ആളുകളുടെ മനസ്സിലുള്ള ആളുകളുടെ ചിന്താധാരണകൾ, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റ രീതികൾ തുടങ്ങിയവയാണ് നമ്മൾ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ഇനി രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങൾ സിവിലൈസേഷനെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ പാർലമെന്റ്, കോടതികൾ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. പിന്നെ വരുന്നത് കല, സാഹിത്യം, സംഗീതം തുടങ്ങിയവ കൾച്ചറായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു സമൂഹത്തിലുള്ള കലയും അതുപോലെ തന്നെ നൃത്തരൂപങ്ങൾ, സംഗീതം, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഈ നിയമം, സാമൂഹ്യ വ്യവസ്ഥ, നിർമ്മിതികൾ തുടങ്ങിയവ സിവിലൈസേഷനായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു സമൂഹത്തിലുള്ള നിയമങ്ങൾ, അതുപോലെ തന്നെ നിർമ്മിതികൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ
ഇഷ്ടികകൾ കൊണ്ട് അതുപോലെ തന്നെ ഓടുകൾ കൊണ്ട് ഒക്കെ മരം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. പിന്നീട് അത് കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ടായിരിക്കും, മാർബിളുകൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഉള്ള നിർമ്മിതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാങ്കേതിക മേഖലയിലുള്ള ഒരു പുരോഗതി, അതുപോലെ തന്നെ ആ ഒരു സമൂഹ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലത്ത് ഒരു ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം എന്ന് പഠിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. പിന്നെ പൊതുവിൽ പറയാവുന്നത്, സിവിലൈസേഷന്റെ പുരോഗതി അളക്കാൻ കഴിയും, കൾച്ചർ നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം കുടിലുകളാണ് ഉണ്ടായിരുന്നത്, അത് മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്. ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പണ്ട് കാലത്ത് ആളുകൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത്, ഇപ്പോൾ ആളുകൾ അണുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അത് നമുക്കൊരു പുരോഗതിയായിട്ടോ അല്ലെങ്കിൽ ഒരു മോശം കാര്യമായിട്ടോ നമുക്ക് അളക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഓരോ സംസ്കാരങ്ങളും വ്യത്യസ്തങ്ങളാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷവും ഉണ്ടായിരിക്കും. നമുക്ക് ഒരെണ്ണം നല്ലത് ഒരെണ്ണം മോശം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ അതേ സമയത്ത് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന് പകരം വൈദ്യുതി വിളക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു പുരോഗതിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്തരത്തിൽ അളവുകൾ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്കാരവും അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. സിവിലൈസേഷനുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ആ ഒരു പുരോഗതി ഇത്തരത്തിലുള്ള ജീവിത നിലവാരത്തിലൂടെ നമുക്ക് അളക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.